നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ സെമി സിൽക്കിൽ വന്നിട്ടുള്ള കാഞ്ചീപുരത്തിൽ തന്നെ സെമി സിൽക്കിൽ വന്നിട്ടുള്ള കളക്ഷൻസാണ്. നല്ല ഭംഗിയുള്ള വിത്തൗട്ട് ബോർഡറിൽ സോഫ്റ്റിൽ വന്നിട്ടുള്ള സാരീസാണ്. 1550 ആണ് പ്രൈസ് വരുന്നത്. നല്ലൊരു ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഒണിയൻ കളർ ടോൺ. നമുക്ക് നല്ല സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള സാരികളുടെ തന്നെ കുറഞ്ഞ റേഞ്ചിൽ സെമിയിൽ വിത്ത് ടാസലായിട്ട് പ്ലെയിൻ ബ്ലൗസ് പീസ് എല്ലാം കൂടെ ഇതിങ്ങനെ എന്താ പറയണേ, ഒറിജിനലിന് വെല്ലുന്ന തരത്തിലുള്ള ഫിനിഷിങ്ങും ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇൻസൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വീവ് ചെയ്ത് വന്നിരിക്കുന്ന പോലെയാണ് ഇങ്ങനെ വരുന്നു. കളറുകളെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡിലും ഒരു നല്ല ഗോൾഡാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് വരുമ്പോഴേക്കും ഒരു പർപ്പിൾ ടു മെഹന്തി ഗ്രീൻ ആ ഒരു കളർ ടോൺ. വിത്തൗട്ട് ബോർഡറിൽ ബുട്ട വർക്ക് വരുന്നു. സെയിം പ്രൈസ് തന്നെ 1550. നെക്സ്റ്റ് ഒരു ഗ്രീൻ, ബേബി ഗ്രീൻ വിത്തൗട്ട് ബോർഡറിലേക്ക് ഇങ്ങനെ ഈ ഒരു ബുട്ട വർക്കാണ് ബോഡിയെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് ഡാർക്ക് പർപ്പിൾ, നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ബോക്സ് പോലെ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് വന്നിട്ട്. നെക്സ്റ്റ് ഒരു മുന്തിരി കളർ ടോൺ, വീണ്ടും ബോക്സ് പാറ്റേൺ ആണ്. ഈ ഒരു സെമി സിൽക്ക് പാറ്റേണിലേക്ക് വരുമ്പോഴേക്കും എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാനായിട്ടും നമുക്ക് പല പല ഒക്കേഷൻസിലോട്ടും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ്. പ്രൈസ് റേഞ്ച് വളരെ റീസണബിളാണ്. അതുകൊണ്ട് തന്നെ നല്ല മൂവിങ് ഉള്ളൊരു ടൈപ്പാണിത്. ടെമ്പിൾ ബോർഡർ വരുന്നു, ബുട്ട ബോഡി പാർട്ട് ഒന്നാണ് നല്ല റിച്ച് ആയിട്ട് വരുന്നു. ബ്ലൗസ് പീസ് പ്ലെയിൻ. നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് നല്ല ആൻറ്റിക് ഗോൾഡ് ജെറി വരുന്നു. സെമി സിൽക്ക് കാറ്റഗറിയാണ്. വീണ്ടും ഒരു ബ്ലാക്ക് ബ്ലെൻഡായി വന്നിട്ടുള്ള പർപ്പിൾ. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആണ്. ഇതൊരു ലാവൻഡർ ഷെയ്ഡ്, ബോർഡർ കോൺസെപ്റ്റ്. ഇത് വീണ്ടും ഒരു വയലറ്റ് ബ്ലാക്ക് ടോൺ, കോപ്പർ ജെറി, ബോട്ടിൽ ഗ്രീൻ, ചക്ര ഡിസൈൻ. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു മയിൽ ഇല ഒക്കെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു നല്ല ഗോൾഡൻ ജെറി. ട്രഡീഷണൽ ആയിട്ടുള്ള കാഞ്ചീപുരത്തിൻ്റെ തന്നെ കളേഴ്സുകളും. ഇതൊരു റോസ് ഗോൾഡ് ഗ്രേ കളർ ടോൺ. എല്ലാം ബജറ്റ് റേഞ്ചാണ് 1550 സിൽക്ക് ബേസ്ഡ് ആയിട്ട്. നെക്സ്റ്റ് നമുക്ക് 1600 ആണ്. കോൺട്രാസ്റ്റ് ഒരു പിക്കോക്ക് ഗ്രീൻ ടു ബ്ലൂ. എല്ലാം പുതിയ ക്രിയേഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നു. അല്ല, ബ്ലൗസ് പീസ് റണ്ണിങ് തന്നെ. സ്ലീവിലേക്ക് ഇങ്ങനെ വരുന്നു. നമുക്ക് ഒതുങ്ങി കിട്ടുന്ന ഒരു കളക്ഷനാണ് ഇത്. നമുക്ക് പിൻ ചെയ്തൊക്കെ ഉടുക്കുമ്പോഴേക്കും ആ ഒരു നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ സെമി സിൽക്കിൽ തന്നെയുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഒരു മസ്റ്റർഡ് യെല്ലോ ആ ഒരു ഷെയ്ഡിലേക്ക് ഒരു ബർഗണ്ടി കളർ ടോൺ. നെക്സ്റ്റ് ഒരു ഒണിയൻ ടു ബർഗണ്ടി കളർ ടോൺ കയറി വന്നു. ഒരു ഡസ്റ്റി കളർ ടോൺ. ഇതിൻ്റെ ഉള്ളൊക്കെ ഒരു ഡബിൾ ടോൺ ആണ് വരുന്നത്. സിൽക്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ഡബിൾ ടോൺ നല്ലൊരു ട്രെൻഡാണ്. ടിൽ കളറിലേക്ക്. നെക്സ്റ്റ് ഒരു ബർഗണ്ടി കളർ ടോൺ തന്നെ, കോപ്പർ ജെറി വരുന്നു. ഒരു 3 ഫ്ലവറിൻ്റെ ഇങ്ങനെ. ഇത് ഗ്രേ ടു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, നല്ലൊരു റോയൽ കളർ ടോണാണ്. എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ഓണം ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന സെമി സിൽക്ക് സാരികളുടെ കളക്ഷൻസാണ്. ഇത് വീണ്ടും ഒണിയൻ കളർ ടു ബ്രിക്ക് കളർ ടോൺ.
ഇതിലേക്കൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പാറ്റേൺസ് ആണ്. ഇതാ ഇങ്ങനെ വരുന്നു. മുന്താണിയൊക്കെ റിച്ച് ആണ്. നിങ്ങൾക്ക് ഈ പ്രൈസിൻ്റെ വെച്ച് നോക്കുമ്പോൾ കുന്നോളിൽ സിൽക്സിൻ്റെ ഐക്കോണിക്കൽ കളക്ഷൻസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരിങ്ങനെ ഇവിടെ വരുമ്പോൾ പറയും നമ്മുടെ സെമി സിൽക്ക് കാറ്റഗറിയിൽ ഉള്ള കളക്ഷൻസ്. ഇതെല്ലാം നമുക്ക് പ്യുവർ സോഫ്റ്റ് സിൽക്ക് സാരികളുടെ തന്നെ കളക്ഷൻസിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഇതാണ്. ആ ഒരു ഫിനിഷിങ്ങും എല്ലാം ചേർന്ന് വന്നിട്ട് നമ്മളിങ്ങനെ കുറേ ഗോൾഡൻ കസവിൻ്റെ തിളക്കങ്ങളൊക്കെ ഓവർ ആകുമ്പോഴേക്കും ഒരു ഏജ് ഗ്രൂപ്പ് അങ്ങ് ഒരു അതിലേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു പ്രോബ്ലം ആവും. കാരണം അതിന് ഒരു സട്ടിൽ ഫിനിഷിങ്ങിൽ വരുന്ന കസവുകൾക്കാണ് എപ്പോഴും ഒരു റോയൽ ലുക്ക് വരുന്നത്. ആ ഒരു റിച്ച്നെസ്സാണ്. കസവുകൾക്ക് തന്നെ ഒരു നല്ല റിച്ച്നെസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല കളർ കോമ്പിനേഷൻസ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേക്കും ഒരു റോയൽ ലുക്കാണ്. പ്രൈസ് മാത്രം കുറവാണെന്നേ ഉള്ളൂ. സാരിയുടെ ലുക്കിൽ അടിപൊളി കളക്ഷൻസാണ്. അതായത് ഇതൊക്കെ കണ്ട ഒരു ആ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കളക്ഷൻസിൻ്റെ തന്നെ ഒരു ലുക്കാണിതിന്. നല്ല റോസ് ഗോൾഡ് ജെറി സെമി കോൺട്രാസ്റ്റ് പോലെ ഇങ്ങനെ നല്ല റയർ ഷെയ്ഡ്സാണ്. ദ മെറൂൺ ടു റസ്റ്റ് കളർ ആൻറ്റി ഗോൾഡ് ജെറി. ഏതൊരു ക്ലാസ് പീപ്പിൾസിനും ഒരേപോലെ യൂസ് ചെയ്യാം. ബഡ്ജറ്റ് റേഞ്ചിലൊരു റോയൽ കളക്ഷനാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓരോ പോളിഷിലും എല്ലാം ഡിഫറെൻ്റ് ആണ് ഓരോ സ്ഥലത്തിനും. നമ്മളിങ്ങനെ അതിൻ്റെ ഉറവിടം തേടിപ്പോയി വളരെ പോളിഷിലൊക്കെ ശ്രദ്ധിപ്പിച്ച് ആ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന അതേ കാറ്റഗറിയിൽ തന്നെയുള്ള കളക്ഷൻസിനെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ബഡ്ജറ്റ് റേഞ്ച് വേണം. 1600. ലാവൻഡർ ടു പർപ്പിൾ. എല്ലാം ഒരു സെമി കോൺട്രാസ്റ്റ്, അധികം എടുത്ത് കാണിക്കുന്ന അല്ലാതെ തന്നെയുള്ള ബ്രൈറ്റും ആണ്, എന്നാൽ അധികം ഇങ്ങനെ ഷൈനിങ് ഇല്ലാതെ തന്നെ ഉള്ള സാരീസ് കളക്ഷനാണ്. ഇതെല്ലാം സെമി കോൺട്രാസ്റ്റ്. ഒണിയൻ ടു ബ്രിക്ക്. അതായത് ഇങ്ങനെ ബോർഡറിലോട്ട് ഈ ഒരു ഡിസൈൻ വരുന്നു.